ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 26ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ ഞാൻ പങ്കുവച്ചതായ ആ ഒരു മദ്യപാനിയായിരുന്ന അക്രൈസ്തവ യുവാവിൻ്റെ അനുഭവം, അതേക്കുറിച്ച് ഒരു പാഠവും കൂടെ ചിന്തിക്കാനായിട്ട് പ്രേരണ കിട്ടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവന് എൻ്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ അവനെപ്പറ്റി കേട്ടത് വെച്ച് പ്രതീക്ഷിച്ചത് അവൻ ഭയങ്കര മല്ലനായിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ഗൗരവത്തോടെ ഞാൻ ശകാരിച്ചുകൊണ്ട് സംസാരം ആരംഭിച്ചത്. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ വളരെ ശാന്തനായൊരു യുവാവാണ്. കൈയും കൂട്ടിപ്പിടിച്ച് എൻ്റെ ഉപരിങ്ങനെ നിൽക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അവനൊരു എതിർപ്പുമില്ല, മല്ലില്ല, അതൃപ്തിയില്ല. അതിൽ അവൻ ഒരാഴ്ച പണിതിട്ട് അവൻ്റെ പണിക്കൂലി ഭാര്യ പോയി വാങ്ങിക്കട്ടെ ഓഫീസിൽ നിന്ന് എന്ന് ഞാൻ പറഞ്ഞെടുത്ത് പോലും സമ്മതം അതേപോലെ സമ്മതമാണ്. അപ്പം അത്ര ശാന്തനായ ഒരു വ്യക്തി. പക്ഷെ മദ്യപിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ഉപദ്രവിച്ച് ഭാര്യയുടെ മൂക്കിലൂടെ രക്തം വരാൻ മാത്രം പോലും പെരുമാറുന്നു. ഇത് പറയുമ്പോൾ ഈ നിയന്ത്രണമില്ലായ്മ എന്ന് പറയുന്നത് പൈശാചികതയുടെ ഒരു അടയാളമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിയന്ത്രണമില്ലായ്മ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവരും എപ്പോഴും നിയന്ത്രണമുള്ളവരായിരിക്കും. പൈശാചിക അരൂപിയുടെ സ്വാധീനത്തിലുള്ളവരും നിയന്ത്രണമില്ലാത്തവരായിരിക്കും. എന്നിങ്ങനെ പറയുമ്പോൾ നിയന്ത്രണമില്ലാതെ പെരുമാറുന്നവരെല്ലാവരും പിശാചിന്റെ സ്വാധീനത്തിലാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുക അല്ല. പക്ഷെ നമ്മൾ ഒരു സാധ്യത കാണണം. മർക്കോസിന്റെ സുവിശേഷത്തില് 5ാമത്തെ അധ്യായത്തില് ഗരേസേന്റെ നാട്ടിലെ പിശാച് ബാധനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണല്ലോ: അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ 4ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, അവനെ ഒതുക്കി നിർത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇത് പിശാചബാധയുടെ ഒരു മൂർധന്യ അവസ്ഥയുടെ വളരെ വ്യക്തമായ ഒരു അവതരിപ്പിക്കലാണ് നമ്മൾ മർക്കോസ് 5ന്റെ ഈ വിവരത്തെ കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ വിശദാംശം മർക്കോസ് മകൻ നൽകുന്നുമുണ്ട്. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. നിയന്ത്രണമില്ലായ്മ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാ? ഒന്ന്, അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവന് തന്നെ നിയന്ത്രണമില്ല. താൻ എന്നതാ പറയുന്നത്, എന്നതാ ചെയ്യുന്ന അറിയില്ലാത്തൊരവസ്ഥ. ഞാൻ കഴിഞ്ഞ സൃഷ്ടി പറഞ്ഞതായ ആ മദ്യപാനി, അവന് നല്ല ശാന്തനായ മനുഷ്യൻ. പക്ഷെ മദ്യപിച്ച് വരുമ്പോൾ അവന് നിയന്ത്രണമില്ല. അവന് എന്താ വായിന്ന് വരുന്ന അവന് വാക്കുകള്, പെരുമാറ്റം എന്താണ്, ഭാര്യ, അവന് സ്നേഹമുള്ള ഭാര്യ, അവന് പ്രിയപ്പെട്ട ഭാര്യ, അവന്റെ എല്ലാമായ ഭാര്യ, പക്ഷെ അവളെ ഇട്ട് ഉപദ്രവിക്കുകയാണ്. രക്തം ഒഴുകുന്നിടം വരെ എന്നിട്ട് നിർത്താൻ പറ്റുന്നില്ല. അവൻ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചിലപ്പോൾ ഈ ഒരു അനുഭവം അനേകര് പങ്കുവെക്കുന്നതാണ്, അനേകർ അനുഭവിക്കുന്ന ഒന്നാണ്. ചിലർ പറയും, അരിശം വന്നാൽ പിന്നെ എന്നതാ കാണിക്കുന്ന അറിയത്തില്ല, എന്താ പറയുന്ന അറിയത്തില്ല, എന്താവുന്ന അറിയത്തില്ല. ഇതെല്ലാം കഴിയുമ്പോൾ, സുബോധം ഉണ്ടായി കഴിയുമ്പം ഭയങ്കര ദുഃഖമാണ്. നിയന്ത്രണമില്ലായ്മ മദ്യപാനം ബന്ധപ്പെട്ട് മാത്രമല്ല, കോപം, വെറുപ്പ്, ഇങ്ങനെയൊക്കെ വന്നിട്ടും ഒരു നിയന്ത്രണമില്ലാതെ പെരുമാറി പോകുന്ന വ്യക്തി പിന്നെ ഇരുന്ന് വിഷമിക്കുക, പശ്ചാത്തപിക്കുക, ഞാൻ എന്താ അങ്ങനെ ചെയ്തു പോയി, നിയന്ത്രിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം സ്വയം നിയന്ത്രിക്കാൻ മേലാത്ത അവസ്ഥ. ഇവിടെ പറയുന്നത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് വെച്ചാൽ അവന് പറ്റുന്നില്ല, അവന്റെ പങ്കാളിക്ക് അല്ലെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല. എത്ര നോക്കിയിട്ടും സ്നേഹമായിരിക്കുമ്പോൾ നല്ല ചേട്ടായിയാണ്, പക്ഷെ മദ്യപിച്ച് വന്നു കഴിയുമ്പോൾ അരിശം കയറി കഴിയുമ്പോൾ പിന്നെ മാറിക്കൊണ്ടാ മതി. അവന്റെ സഹോദരങ്ങൾക്ക് പറ്റുന്നില്ല, അവര് നോക്കി പക്ഷെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കളുണ്ട്, അവർ നോക്കിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവര് ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി നടക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നവര് കുടുംബത്തിലെ കാരണവന്മാരായിട്ടുള്ളവരുണ്ടാവും. അപ്പന്റെ അമ്മയുടെയൊക്കെ മുതിർന്ന സഹോദരങ്ങൾ, അങ്ങനെയുള്ളവര്, അല്ലെ സമൂഹത്തിലെ സ്വാധീനമുള്ള കുടുംബാംഗങ്ങളായ വ്യക്തികൾ വന്നിട്ട് എന്നെ കാണിക്കുന്നേ. പക്ഷെ അങ്ങനെയുള്ള ഉപദേശം കുറച്ചു കൊണ്ടൊന്നും പറയുമ്പോൾ കേൾക്കും, പക്ഷെ പിന്നെ ഇത് തന്നെ പെരുമാറുകയാണ്. അങ്ങനെ നിയന്ത്രണം വിട്ട് കാര്യം പോകുമ്പോൾ ഇടപെടുന്നവര് അയൽക്കാരാണ്, നാട്ടുകാർ ഇടപെടും. അവരും ഒന്ന് പറയും, ഈ പണി തുറന്നാൽ ചിലപ്പോൾ ഒരു ഉള്ള തല്ലും ഒക്കെ വെച്ച് കൊടുത്തൊന്നും വരും എവിടെയെങ്കിലും വെച്ച്, അതുപോലെ ബഹളമായി കഴിഞ്ഞാൽ. എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിലോ പിന്നെ പള്ളി പറയും. ഈശോ പറയുന്ന പോലെ സഭയോട് പറയുക. മത്തായി 18 വായിക്കുന്നുണ്ടല്ലോ, സഭ വികാരിച്ചിന് ഇടപെടുന്നു, എന്നിട്ടും പറ്റുന്നില്ല. പിന്നെയും ഇങ്ങനെ പിന്നെ ഇടപെടാൻ പോകുന്നത് പോലീസുകാരായിരിക്കും, സിവിൽ അധികൃതരായിരിക്കും. അവര് വരുന്നു, വിളിച്ചുകൊണ്ട് പോകുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, എഴുതി വെപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് പിന്നെ
ഇത് ആവർത്തിക്കുകയാണ്. എല്ലാവരും പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഭയമാകും, പക്ഷേ പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഈ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ള വചന പരാമർശത്തിന്റെ ഒരു ആഴം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു പൈശാചികമായ സ്വാധീനത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. മറുവശത്ത് ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾ എപ്പോഴും നിയന്ത്രണമുള്ളവരാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ഗലാത്യ 5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് എണ്ണി പറയുന്നത് ഫലങ്ങളിൽ ഭൂരിഭാഗവും ഈ ആത്മനിയന്ത്രണമായിട്ട് ബന്ധപ്പെട്ട ഗലാത്യ 5:22, 21 വാക്യങ്ങള്. ആത്മസംയമനം, അവസാനത്തെ അതാ, സ്വയം നിയന്ത്രിക്കാൻ പറ്റുക. ആത്മസംയമനം, സ്വയം നിയന്ത്രണം. വീണ്ടും സൗമ്യത, സൗമ്യമായ സംസാരം, പെരുമാറ്റം. ക്ഷമ കെട്ട് പൊട്ടിത്തെറിച്ച് പോകുന്നില്ല, ക്ഷമയോടെ പെരുമാറുന്നു. അതുകൊണ്ട് ചേർന്ന് പോകുന്നതാണ് മറ്റ് സമാധാനം, സ്നേഹം, ഇങ്ങനെയുള്ള ഫലങ്ങളെല്ലാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള വ്യക്തികൾ എപ്പോഴും ഈ രീതി പെരുമാറുമ്പോൾ പൈശാചിക അരൂപികള് അലറി പിടിക്കുന്നു. മർക്കോസ് നമ്മൾ കാണുന്നുണ്ട് 21 വാക്യങ്ങളിൽ. സിനഗോഗിൽ പഠിപ്പിക്കുമ്പോൾ അശ്വത്ഥാത്മ ബസരവശ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി പിടിച്ചു, അട്ടഹസിക്കുകയാണ്, കയർക്കുകയാണ്. മർക്കോസ് 9 പൈശാചിക സ്വാധീനമുള്ള സാന്നിധ്യമുള്ള ബാലനെ കൊണ്ട് അപ്പം വരുമ്പോൾ അകലെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവനെ ഊന്തി മറിച്ചിട്ടു, അലറി പിടിച്ചു, അട്ടഹസിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ള പെരുമാറ്റ വ്യത്യാസം നമ്മിൽ തന്നെ ആകട്ടെ, കുടുംബാംഗങ്ങളാകട്ടെ ശ്രദ്ധിക്കേണ്ടതാണ്. നിയന്ത്രണമില്ലായ്മയുടെ അവസ്ഥയിൽ പൈശാചികമായ സ്വാധീനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് നടപടികൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കുമ്പസാരം, ധ്യാനം, പ്രാർത്ഥന, വിടുതൽ ശുശ്രൂഷ, അങ്ങനെ സമയമെടുത്തുള്ള ആത്മീയ പരിശ്രമത്തിലൂടെ, പോരാട്ടത്തിലൂടെ വിടുതലിലേക്ക് വരേണ്ട ആവശ്യപ്പെട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.